നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണിയും അസഭ്യവർഷവും മുഴക്കിയ പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ നടപടി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഫിഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് ആരോപണ വിധേയനായ റെനി ജോസഫിനെ സസ്പെൻഡ് ചെയ്തു. സാന്ദ്ര തോമസിനെ തല്ലിക്കൊന്ന് കാട്ടിലെറിയുമെന്നും അച്ഛനെ കൊല്ലുമെന്നുമായിരുന്നു ഓഡിയോ സന്ദേശത്തിലെ ഭീഷണി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ ബി ഉണ്ണികൃഷ്ണനും ആന്റോ ജോസഫും അപമാനിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. സാന്ദ്രയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് വിവാദമാവുകയും ചെയ്തു. അതിനിടെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരിൽ ചിലർ സാന്ദ്രയ്ക്കെതിരായ നീക്കം തുടങ്ങിയത്. പ്രൊഡക്ഷൻ കൺട്രോളറായ റെന്നി ജോസഫ് എന്നയാൾ ഫിഫ്ക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സാന്ദ്രയ്ക്കും അച്ഛനുമെതിരെ വധഭീഷണിയും അസഭ്യവർഷവും നടത്തി. ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാന്ദ്ര, നീ കൂടുതൽ വിളയണ്ട, നീ കൂടുതൽ വിളഞ്ഞാൽ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളെ പറഞ്ഞു. മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളറായ മനോജ് തൃപ്പൂണിത്തറ സാന്ദ്രയെ സിനിമയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തണമെന്നും ഗ്രൂപ്പിൽ പറഞ്ഞു. നമ്മൾ തീരുമാനിക്കുക, ഈ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഈ സ്ത്രീ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ല. ഒരു യൂണിയനിൽപ്പെട്ട ആൾക്കാർ വർക്ക് ചെയ്യരുത്. സിനിമാ മേഖലയിലെ ഉന്നതരുടെ പിന്തുണയോടെയാണ് ഇത് ചെയ്യുന്നതെന്നും പോലീസ് കൃത്യമായി ഇടപെടുന്നില്ലെന്നും സാന്ദ്ര തോമസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരുപാട് ഗുണ്ടാ സംഘങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഫിഫ്കയുടെ ജനറൽ സെക്രട്ടറി ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ പോലീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലീസിൽ പോലും ഇവരുടെ സ്വാധീനം വളരെ ശക്തമാണ്. പരാതിയിൽ നടപടി വൈകിപ്പിച്ച പാലാരിവട്ടം പോലീസ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. ഫിഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ റെനി ജോസഫിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി.